ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ് ഫ്രം വ്ളോയിങ് വിത്ത് സോനിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു എന്താ പറയുക ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. സോ നിങ്ങൾക്കറിയാം നമ്മുടെ കുഞ്ഞുവാവ വരാറായി ഇരിക്കുന്നു. അപ്പം ബേബിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളും എന്തൊക്കെയാണ് നമ്മുടെ മെറ്റേണിറ്റി ബാഗിൽ നമ്മൾ വെക്കേണ്ടതും ഒക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കാഴ്ചകളൊക്കെ കാണാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് മമാസ് ആൻഡ് പപ്പാസിലേക്കാണ് കേട്ടോ. അപ്പം UK മമാസ് ആൻഡ് പപ്പാസിന് ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് വേക്ക്ഫീൽഡിലെ ഔട്ട്ലെറ്റിലാണ്. പിന്നെ എന്താ പറയുക, ഇത് നമ്മുടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പരിചയമില്ല. നമ്മൾ വെബ്സൈറ്റൊക്കെ കണ്ടിട്ട് എന്താ പറയുന്നത് ഷോപ്പിംഗ് ചെയ്യാം എന്നോർത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഈ മമാസ് ആൻഡ് പപ്പാസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ക്ലോത്തിങ് മാത്രമല്ല നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. സ്പെഷ്യലി ഫസ്റ്റ് ടൈമായിട്ട് പേരൻറ്ഹുഡിലൊക്കെ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നവർക്ക് കുഞ്ഞിൻ്റെ എല്ലാ സാധനവും മേടിക്കേണ്ടി വരുമല്ലോ. അപ്പം ഉറപ്പായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുഞ്ഞിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അതും എല്ലാം പ്രായത്തിലുള്ള പിള്ളേർക്കുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എക്സ്പെൻസിൻ്റെ വൈസ് പറയുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. പിന്നെ നമുക്ക് ഒരിക്കലും ഒരു ന്യൂ ബോണിന് വേണ്ടിയിട്ട് മേടിക്കുന്ന സാധനങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ലല്ലോ ക്വാളിറ്റി. അപ്പം ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളിവിടുന്ന് കുഞ്ഞിനുള്ള ക്ലോത്തിങ് എല്ലാം മേടിച്ചു. പിന്നെ അതുകൂടാതെ തന്നെ കോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കോട്ട് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മളിവിടുന്ന് മേടിക്കുമ്പോൾ അവർ അവിടെ ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുണ്ടാകത്തുള്ളൂ. നമ്മൾ എന്നിട്ട് നമ്മുടെ ഓർഡർ അനുസരിച്ചാണ് അവരത് ഡിസ്പാച്ച് ചെയ്ത് നമ്മുടെ വീട്ടിലോട്ട് അത് അയക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് കോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുന്നത്, നമ്മൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും മേടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ എന്താ പറയുന്നത് ആസ്ഡേയിലേക്കൊന്ന് പോയി. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള പാമ്പേഴ്സും നാപ്പി റാഷ് ക്രീമും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. നമ്മളങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, വീട്ടിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മെറ്റേണിറ്റി ബാഗ് സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ആക്ച്വലി ഈ സെയിം ലിസ്റ്റ് തന്നെ, ഓൾമോസ്റ്റ് ദ സെയിം ലിസ്റ്റാണ് നമുക്ക് എവിടെ പോയാലും കിട്ടുന്നത്. അപ്പം ഇത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മെറ്റേണിറ്റി ബാഗ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ മെറ്റേണിറ്റി ബാഗ് സെറ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇത് കുഞ്ഞിനുള്ളതും ഇത് എനിക്കുള്ളതും. ഓക്കെ, സോ സെറ്റ് ചെയ്യാം. കുഞ്ഞിനുള്ളത് നമ്മൾ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. സോ ഫസ്റ്റ് തിങ് നമുക്ക് വേണ്ടിയത് ഒരു പാമ്പർ. അപ്പോൾ നോക്കിയിട്ട് വേണം മേടിക്കാൻ. ഓക്കെ, 2 to 5 kg പാമ്പർ. പിന്നെ ഇത് എന്താ പറയുന്നത്, ബേബി വൈപ്സ്, 0% പെർഫ്യൂം ആൻഡ് ആൽക്കഹോൾ, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡുമാണ്. അപ്പോൾ ഇത് 2 എണ്ണം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാപ്പി കെയർ ഓയിൻമെൻ്റ് ആണ്. അപ്പോൾ ഇതും നമ്മൾക്ക് മേടിക്കണം എന്നവർ പറയും. അപ്പം ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞിനുള്ള എന്താ പറയുന്നത് ബാത്ത് ആൻഡ് വാഷ് ഫോർ സെൻസിറ്റീവും പിന്നെ മോയ്സ്ചറൈസിങ് ലോഷനും ഉണ്ട്. 2 എടുക്കുന്നുണ്ട്. ഇത് വേണ്ടിയത് ഏതാണെന്ന് നമുക്കറിയത്തില്ല അവരെടുക്കുമോ എന്ന്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതാണ്ടേ, ഇത് ഓരോ സെറ്റായിട്ട് വെച്ചിരിക്കുന്നതാണേ. ഇപ്പം സോക്സ് ഉണ്ട്, പിന്നെ ക്യാപ്പുണ്ട്, പിന്നെ ഒരു ബോട്ടമും ടോപ്പും, പിന്നെ ഒരു എന്താ പറയുന്നത് ടവൽ, നിറ്റഡ് ബ്ലാങ്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം നിറ്റഡ് ബ്ലാങ്കറ്റ് നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ പോലെ തന്നെ എഗെയിൻ 2 സോക്സ്, പിന്നെ പാൻറ്റ്, ഒരു തൊപ്പി, പിന്നെ ഈ പറയുന്ന മേൽഭാഗത്തെ സാധനം. പിന്നെ ഇതും അതുപോലെ തന്നെ നമ്മൾ ജോഡികൾ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ബിബ്സ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിബ്സും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സോക്സുകൾ, പിന്നെ ഇത് ഉണ്ടോ, ഇത് നമ്മുടെ എന്തോ അതിനെ പറയുന്നത് മുസ്ലിം സ്ക്വയേഴ്സ് എന്ന് പറയും. ഇത് ആ സംഭവം. അപ്പോൾ അത് 3 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ബ്ലാങ്കറ്റ്, ഓക്കെ, അത് വേണം.
പിന്നെ ഈ പറയുന്ന നിറ്റഡ് ബ്ലാങ്കറ്റ് പോലെ തന്നെ വേറൊരു നിറ്റഡ് ബ്ലാങ്കറ്റ്, പിന്നെ കുറച്ച് തുണികൾ. ഓക്കെ, ഈ പറയുന്ന സ്ലീപ്പ് സ്യൂട്ട്സും വെസ്റ്റുകളും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും തുണികൾ വേണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞിൻ്റെ ബാഗിൽ വെക്കേണ്ട സാധനങ്ങൾ. അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മൾ മെറ്റേണൽ ബാഗ് റെഡിയാക്കാൻ പോവാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മെറ്റേണൽ ബാഗിൽ വെക്കേണ്ട സാധനങ്ങൾ കേട്ടോ. ഓൾറെഡി ഇതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് എല്ലാം എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന്, ദാറ്റ് ഈസ് ഒരു 28 വീക്സ് 25 വീക്സ് കഴിയുമ്പോൾ തൊട്ടേ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് എപ്പോഴും അത്യാവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ പിന്നെ കുഞ്ഞിന് വേണ്ടി മേടിച്ച കുറച്ച് സാധനങ്ങളും കൂടി കാണിക്കുകയാണ്. എല്ലാം ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഇതാണ് നമ്മൾ മേടിച്ച ക്രിബ്. ഇത് നമ്മൾ ഓർഡർ ചെയ്യുമായിരുന്നു മമാസ് ആൻഡ് പപ്പാസിൽ ചെന്നിട്ട്. അവരെന്നിട്ട് നമ്മുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ഇത് സെറ്റ് ചെയ്തു. നമുക്ക് ക്രിബ് വേണം, ക്രിബ് അത്യാവശ്യമാണ് ഒരു ന്യൂ ബോൺ ബേബിക്ക്. അതുകൂടാതെ നമ്മളൊരു സ്ട്രോളർ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോളർ ആക്ച്വലി വേറെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുമായിരുന്നു കേട്ടോ. അപ്പം അത് മേടിച്ചിട്ടുണ്ട്. അത് സെറ്റപ്പ് ചെയ്യുകയാണ് നിങ്ങളിപ്പം കാണുന്നത്. ഈ ഒരു സ്ട്രോളർ ന്യൂ ബോൺ ടു 4 years വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ന്യൂ പേരൻസ് ഞങ്ങളെപ്പോലെ ആരെങ്കിലും ന്യൂലി പേരൻറ്ഹുഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ്. പിന്നെ എന്താ പറയുന്നത്, അതുകൂടാതെ നമ്മൾ കാർ സീറ്റും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു ആൻഡ് ബൈ.